എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ഫാർമസിസ്റ്റ് 2019 നടന്ന പരീക്ഷയുടെ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിലെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യവും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഓരോ ചോദ്യങ്ങളും സമാനമായ ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ അനലൈസ് ചെയ്യണമെന്നുള്ളത് വ്യക്തവും ശക്തവുമായി നിങ്ങളുടെ മനസ്സിലേക്ക് പതിയാൻ ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെയധികം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സംഗതിയാണത്. എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യാമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് മെല്ലെ സോൾവ് ചെയ്യാം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു 5-6 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പാറ്റേണിൽ പെടുന്ന, നിങ്ങൾക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുള്ള 5-6 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് മെല്ലെ ചോദ്യങ്ങളിലേക്ക് കയറാം. എല്ലാം ആ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. നോക്കിയോ, ഇതാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിനൊരു ട്വിസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചോദ്യം പ്രഥമദൃഷ്ടിയെ വായിക്കുമ്പോൾ 2 bells ring at intervals of 94 seconds and 54 seconds. They both ring at 10 o'clock in the morning together. After how many seconds will they ring together again? എന്നവർ ചോദിക്കുമ്പോൾ ഇത് സമയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത് ക്ലോക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്, ക്ലോക്ക് ആൻഡ് കലണ്ടർ എന്ന് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ക്ലോക്ക് ആൻഡ് കലണ്ടറിലെ ക്ലോക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണോ ഇത് എന്നൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. അത് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പോലും ഭാഗമല്ല, റീസണിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷെ അതല്ല, ആപ്റ്റിറ്റ്യൂഡിലെ ചോദ്യം തന്നെയാണിത്, റീസണിങ്ങിലെ ക്ലോക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ചോദ്യം അല്ല. ഇത് ഈ സമാനമായ ചോദ്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ഒരാൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് ആപ്റ്റിറ്റ്യൂഡിനകത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള, വളരെ അടിത്തറ പാകേണ്ട, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ലെവലിൽ നമ്മൾ നമ്പർ സിസ്റ്റം പഠിച്ച്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിച്ച്, ഡിവിസിബിലിറ്റി റൂള് പഠിച്ചിട്ട് നമ്മൾ കയറുന്ന വളരെ ബൃഹത്തുമായിട്ടുള്ള LCM ആൻഡ് HCF എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ചോദ്യമാണത്, അല്ലേ? ഇപ്പോൾ LCM ഡീറ്റെയിൽഡ് ആയിട്ട് LCMലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ചോദ്യം കാണാതെ അയാൾ പോകത്തില്ല. കാരണം LCMൽ ഈ ഡിഫറെൻറ്റ് ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ബെല്ല് റിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന പാറ്റേണിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കാം നമ്മുടെ ചോദ്യം എന്താണ് പറയുന്നതെന്ന്. 2 bells 94 സെക്കൻഡ് 54 സെക്കൻഡ് ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഇൻ്റർവെല്ലിലാണ് റിങ് ചെയ്യുന്നത്. അത് ഈ ടൈം ഇൻ്റർവെല്ല് തന്നെ തരണമെന്ന് ഒരു നിർബന്ധമില്ല, 2 ബെല്ലും തരണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു 10 ബെല്ല് തരാം, 10 എണ്ണവും ചോദിക്കത്തില്ല. 10 ബെല്ല് തരുവാണെന്ന് ചുമ്മാ വിചാരിക്കുക. 10 ബെല്ല് തരുവാണെങ്കിൽ നമ്മൾ ആ 10 ഇൻ്റർവെല്ലുകളുടെ LCM ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആ LCMന് ശേഷമായിരിക്കും അത് ഒരുമിച്ച് റിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് ബെല്ല് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരുമിച്ച് സൗണ്ട് മേക്ക് ചെയ്യുന്ന അന്നേരമായിരിക്കും. അതായത് 4 എണ്ണമൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അതായത് ഇവിടെ 2 ഇൻ്റർവെല്ല് ചോദിച്ചിട്ടുള്ളൂ, 4 എണ്ണം വരെയൊക്കെ ചോദിക്കാം. 4 എണ്ണം ചോദിക്കുകയാണെങ്കിൽ ആ 4 സംഖ്യകളുടെ LCM എടുത്താൽ മതി, വേറെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പിന്നെ ചിലർ ഈ 10 o'clock പിടിച്ച് നിൽക്കി. 10 o'clock വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്? അത് ഇത്രയേ ഉള്ളൂ. 10 o'clock അത് ഒരുമിച്ച് വന്നു. ആ 10 o'clock പ്രസക്തി ഒരുമിച്ച് വന്നു എന്നതിനാണ്. ഒരുമിച്ച് വന്നു. ഇനി അടുത്തത് എപ്പോൾ ഒരുമിച്ച് വരും? ഈ 10 o'clock മാറ്റി 11 o'clock 11:30 12 o'clock 1 AM 1 PM എന്തും അവർക്ക് തരാം. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ സംഖ്യകളുടെ LCMലായിരിക്കും വീണ്ടും ഒരുമിച്ച് വരുന്നത്. ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു നോളജ് മാത്രം മതി നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ 54-ൻ്റെയും 94-ൻ്റെയും LCM കണ്ടുപിടിക്കാം. നോക്കിക്കേ. സോ 94-ൻ്റെയും 54-ൻ്റെയും LCM കണ്ടുപിടിക്കുക. അത് എന്ത് ചെയ്യുക? 2 കൊണ്ട് കട്ട് ചെയ്യുക. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 24 ശിഷ്ടം 1 14 7 14 2 4 ശിഷ്ടം 1 14 7 14. ഇനിയിപ്പോൾ നോക്ക്, 47 27 ആണ്. അവർക്കൊരു കോമൺ ഫാക്ടർ ഇല്ല. കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ 3 പേരെയും തമ്മിൽ ഗുണിക്കുക എന്നുള്ള വഴിയേ ഉള്ളൂ. 2 × 47 × 27 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ശരിയല്ലയോ? 2 × 47 × 27. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുക. 47 ഗുണം 27 7 49 9 ശിഷ്ടം 4 4 28 4 32 7 14 4 ശിഷ്ടം 1 24 8 1 9 9
4 2 6, 9 3 12, 1269. സോ 2 ഗുണം 1269 ആണ് ആൻസർ വരിക. ഈ 9 18 8 ശിഷ്ടം 1, ഈ 6 12 1 13 3 ശിഷ്ടം 1, ഈ 2 4 1 5 1 2 2, 2538 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി അല്ലെ, ഓപ്ഷൻ ബി 2538 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംഭവം സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. അപ്പോൾ ഇതേപോലെ തന്നെ 2 ഇന്റർവെല്ലേ തന്നിട്ടുള്ളൂ. 3 ഇന്റർവെല് തരുവാണെങ്കിൽ 3 സംഖ്യകളുടെ LCM എടുക്കുക. 4 ഇന്റർവെല് തരുവാണെങ്കിൽ 4 സംഖ്യകളുടെ LCM എടുക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ആപ്റ്റിറ്റ്യൂഡിലെ ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന ചോദ്യമാണ്. നോക്കിയോ, ദ റേഷ്യോ ഓഫ് ഇതേ സമാനമായ ചോദ്യങ്ങൾ തന്നെ നമുക്ക് അലിഗേഷൻസ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതുമായിട്ട് ലിങ്ക് ചെയ്ത് ചില ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റും ഐഡിയയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ നിങ്ങൾക്ക് അത് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സ്കൂൾ ലെവലിലും ഒക്കെ അടിത്തറ പാകിയിട്ടുള്ള ഈ പറയുന്ന റേഷ്യോ എന്നുള്ള ലോജിക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. നോക്കിയോ, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് ഇൻ എ സ്കൂൾ ഓഫ് ടോട്ടൽ ഓഫ് 3600 സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. ആ റേഷ്യോ 39:41 ആണ്. എത്ര കൂടുതൽ ഗേൾസ് വരുമ്പോഴാണ് റേഷ്യോ നമുക്ക് 1:1 ആക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യമേ തന്നെ എത്ര ഗേൾസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലെ. എത്ര ഗേൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ആദ്യമേ ഗേൾസിന്റെ യൂണിറ്റ് എത്ര യൂണിറ്റ് ആണ്? 39 യൂണിറ്റ് ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട്? ടോട്ടൽ 9 1 10 0 ശിഷ്ടം 1 4 3 7 1 8, മൊത്തം 80 യൂണിറ്റ് ഉണ്ട്. ഇൻറ്റു എത്ര സ്റ്റുഡൻസ് ഉണ്ട്? മൊത്തത്തിൽ 3600 സ്റ്റുഡൻസ് ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര ഗേൾസ് ഉണ്ടെന്ന് കിട്ടും അല്ലെ. എത്ര ഗേൾസ് ഉണ്ടെന്ന് കിട്ടും. നോക്കിക്കേ എത്ര ഗേൾസ് ഉണ്ടെന്ന്. 0 0 നമുക്ക് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താണ് വരിക? 1 8 8 16 3 4 4 8 32 ശിഷ്ടം 4 40 5 40. സോ 39 ഗുണം 45 അല്ലെ. 39 ഗുണം 45 95 45 5 95 45 5 ശിഷ്ടം 4 3 5 15 4 19 94 36 6 ശിഷ്ടം 3 3 4 12 3 15 5 9 6 15 5 ശിഷ്ടം 1 5 1 6 1 7 1755 അല്ലെ. 1755 ആണ് ഗേൾസിന്റെ എണ്ണം. അപ്പൊ ഗേൾസിന്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 3600 നിന്നും നമ്മളത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ 3600 നിന്നും 1755 മൈനസ് ചെയ്താൽ മതി. 10 5 കുറച്ചാൽ 5, ഇവിടുന്ന് ഒരു 1 ഇങ്ങോട്ട് പോയാൽ 9, 9 5 കുറച്ച് 4, ഇവിടുന്ന് ഒരു 1 ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു 5, 15 7 കുറയ്ക്കണം അല്ലേ. 15 7 കുറച്ചാൽ 8, ഇവിടുന്ന് ഒരു 1 ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം 2, 2 1 കുറച്ചാൽ 1, 1845 ആണ് ബോയ്സിന്റെ എണ്ണം അല്ലേ. ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 1845. അങ്ങനെയാണെങ്കിൽ ഈ ഗേൾസിന്റെ കൂടെ നിലവിൽ ഗേൾസ് എത്ര പേരുണ്ട്? നിലവിൽ ഗേൾസ് 1755 പേരുണ്ട് അല്ലെ. 1755 ഗേൾസ് ഉണ്ട്. ഈ ഗേൾസിന്റെ കൂടെ കുറച്ചും കൂടെ ഗേൾസ് വരുമ്പോൾ ഒരു എക്സ് ആണെന്ന് വിചാരിക്കാം. കുറച്ചും കൂടെ ഗേൾസ് വരുമ്പോൾ 1755 കൂടെ ഒരു എക്സ് ഗേൾസും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ഈ കാണുന്ന ബോയ്സിന്റെ കൂടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബോയ്സ് എത്ര പേരുണ്ട്? 1845. അന്നേരം കിട്ടുന്ന റേഷ്യോ 1:1 ആണ് എന്നാണ് ചോദ്യത്തിൽ അവർ പറയുന്നത്. ശരിയല്ല? അന്നേരം കിട്ടുന്ന റേഷ്യോ 1:1 ആണെന്ന് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന എക്സ് എത്ര കൂടുതൽ ഗേൾസ് വരുമ്പോഴാണ് ആ റേഷ്യോ 1:1 ആവുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ എന്താണ് വരിക? 1755 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1845 ഈക്വൽ ടു 1/1 എന്നുള്ളത് 1 ആണ് വരിക. നമുക്കറിയാം A:B നമുക്ക് എങ്ങനെ എഴുതാം? A:B ക്യാൻ ബി റിട്ടൺ ആസ് A/B. ഇതൊക്കെ അറിഞ്ഞിരിക്കണേ. A:B നമുക്ക് A/B എന്ന് എഴുതാം.
അപ്പോൾ അത് പ്രകാരം 1755 പ്ലസ് എക്സ് ഇസ് ടു 1745 ഡിവിഷനാക്കി എഴുതി 1/1 എന്നുള്ളത് 1 ആകും. ശരിയാണല്ലോ. അപ്പോൾ ഇയാൾ നേരെ ഇങ്ങോട്ട് വരും. ശരിയല്ലേ? അപ്പം 1755 പ്ലസ് 1755 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1845. അപ്പോൾ അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? 1845 നിന്നും 1755 കുറച്ചാൽ മതി. 5 5 പോയാൽ 0, 14 14 5 കുറച്ചാൽ 9, ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് പോയി, 7 7 കുറച്ചാൽ 0 0. സോ 90 is the required solution. X is equal to 90. X is equal to 90 is the required solution. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോണേ. അതായത് എത്ര കൂടുതൽ ഗേൾസ് വരുമ്പോഴാണ് അവരുടെ റേഷ്യോ 1:1 ആവുന്നത്? 90 ഗേൾസ് എക്സ്ട്രാ വരണം അല്ലേ? 90 ഗേൾസ് എക്സ്ട്രാ വരുമ്പോഴാണ് ആ റേഷ്യോ എന്താവുന്നത്? 1:1 ആവുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സംഭവം സെറ്റാണേ, ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്. ഒരു നമ്പർ സീരീസ് ആണ്. നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചോദ്യമുണ്ട്. നമ്പർ സീരീസ് ഉണ്ട്, ആൽഫ ന്യൂമറിക് സീരീസ് ഉണ്ട്, ആൽഫബറ്റിക് സീരീസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസണിങ് ഏരിയ ആണ് അതൊക്കെ. നോക്കിയോ. 61 73 66 78 71. അടുത്ത ആളാരാണ്? നെക്സ്റ്റ് ഒരാളുണ്ട്, അയാൾ ആരാണ് എന്നാണ് ചോദ്യം. നോക്കിക്കോ. 61 73 66 78. അടുത്ത ആളിനെ നമുക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത, ഇത് പല രീതിയിലുള്ള സീരീസുകളുണ്ട്. അതായത് ഒരു കോമൺ ഇൻക്രിമെൻറ്റ് വരുന്ന രീതിയിൽ സീരീസ് ഉണ്ട്, ഒരു കോമൺ ഡിക്രിമെൻറ്റ് വരുന്ന സീരീസ് ഉണ്ട്. ഇനി ഈ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ വരുന്ന സംഖ്യകൾ ഏത് സംഖ്യകൾ ഉപയോഗിച്ചാണോ സ്കെയിൽ ചെയ്യുകയോ ഡൗൺ ചെയ്യുകയോ ചെയ്യുന്നത് വെച്ചാൽ ആ സംഖ്യകൾ തമ്മിൽ ഒരു പ്രത്യേകതരം സീരീസ് പുലർത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് പ്രൈം നമ്പേഴ്സ് കൂട്ടിപ്പോകുന്ന രീതിയിൽ. അപ്പം ആ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹിഡൻ ഹിൻ്റ് ആണ് അവിടെ, അത് നമ്മളായിട്ട് കണ്ടെത്തേണ്ടതാണ്. അത് അങ്ങനെ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീരീസുകളുണ്ട്. അതിൽ തന്നെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് വരുന്ന സീരീസ് ഉണ്ട്. ഈ പറയുന്ന സോ കോൾഡ് പ്രത്യേകതകൾ ഒന്നിടവിട്ടുള്ള സംഖ്യകളിൽ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള സീരീസുകളെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്നുള്ള പേരിട്ട് വിളിക്കും. അതേപോലെ തന്നെ ഒരു ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്, പിന്നെ കൂടുന്നു കുറയുന്നു, പിന്നെ കൂടുന്നു കുറയുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു നമ്പർ കൂട്ടുകയും ഒരു നമ്പർ കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിൽ വരുന്ന സീരീസുകൾ ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 61 61 ശേഷം 73 ആണ്, 73 ശേഷം 66. അപ്പോൾ അത് കുറയാണ്, കൂടിയിട്ട് കുറഞ്ഞു, വീണ്ടും കൂടി. അപ്പോൾ ആ ഒരു പ്രത്യേകത നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം 61ന്റെ കൂടെ 12 കൂട്ടിയാൽ എന്തായി? 73 ശരിയല്ലേ? അതില്ലാതെ സംശയമൊന്നുമില്ലല്ലോ. ഈ 73 നിന്ന് 7 കുറച്ചാൽ 7 കുറച്ചാൽ അത് എത്രയായി? -7 എടുത്താൽ അത് 66. ഓക്കെ ആണേ. 66ന്റെ കൂടെ 12 കൂട്ടിയാൽ എന്തായി? 6 2 8 6 1 7 78ആയി. അപ്പൊ അടുത്ത വരാൻ പോകുന്നത് 78 അടുത്ത നമ്പർ അവർ തന്നിട്ടുണ്ട്, 71 തന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത നമ്പർ കണ്ടുപിടിക്കണ്ടേ. 78 7 കുറച്ചാൽ 71 ശരിയാണല്ലോ. അപ്പൊ അടുത്ത ഈ 71ന്റെ കൂടെ 12 കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. ശരിയല്ലേ? 71ന്റെ കൂടെ 12 കൂട്ടുന്നതാണ് ഉത്തരം. കൂട്ടുമ്പോൾ എന്ത് വരും? 2 1 3 7 1 8 83 ആണ് ആൻസർ വരും. 83. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഓപ്ഷൻ സി 83. ഓപ്ഷൻ സി 83 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഇതിന്റെ പ്രത്യേകത ഈ പറയുന്ന കാറ്റഗറീസ് എല്ലാം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരു സീരീസ് കിട്ടിയിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ആലോചിച്ച് അങ്ങനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു 0 ലെവലിൽ നിന്ന് ആയിരിക്കരുത് നിങ്ങളുടെ ചിന്ത തുടങ്ങേണ്ടത്. ആദ്യമേ തന്നെ ഈ പറയുന്ന വ്യത്യസ്തമായ കാറ്റഗറീസ് എല്ലാം മനസ്സിലൂടെ കടന്നു പോകണം. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ, അതോ ഒരു കോമൺ ഇൻക്രിമെൻ്റ് ആണോ, കോമൺ ആയിട്ടുള്ള ഡിക്രിമെൻ്റ് ആണോ, അതോ സീരീസിനുള്ളിൽ ഒരു ഈ പറയുന്ന ഇൻക്രിമെൻ്റോ ഡിക്രിമെൻ്റോ വരുന്ന സംഖ്യകൾക്കുള്ളിൽ നമുക്കൊരു സീരീസ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ
ഇനി ആദ്യത്തെ പ്രാവശ്യം ഒരു കോമൺ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ഒബ്സർവ് ചെയ്യാൻ സാധിക്കാതെ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ വന്ന സംഖ്യകളുടെ ഡിഫറൻസോ സമ്മോ ഒരു കോമൺ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇത് എന്താണ് സാധനം എന്ന് വിചാരിക്കേണ്ട. അത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ആദ്യം തന്നെ കടന്നു പോകേണ്ടത്. അപ്പോൾ അതിൽ ഏത് പാറ്റേണിലാണ് ഇത് വരുന്നതെന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കുകയും ആ പാറ്റേൺ ഒബ്സർവ് ചെയ്യുകയും ആ പാറ്റേണിലൂടെ നമ്മൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൽഫ ന്യൂമറിക് സീരീസ് ആയാലും കോഡിംഗ് ആയാലും ഡീകോഡിംഗ് ആയാലും ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, ആ പോസിബിലിറ്റി ഏത് പോസിബിലിറ്റിയുടെ ഉള്ളിൽ വരുന്ന ചോദ്യമാണിത് എന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ചോദ്യം വളരെ വേഗത്തിൽ അപ്രോച്ച് ചെയ്യാൻ പരിശീലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. യെസ്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ നെടുന്തൂണെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ്. അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ തന്നെ ഊന്നി നിൽക്കുന്ന ഒരുപാട് ഫർദർ ടോപ്പിക്കുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷനുള്ള ഒരു ടോപ്പിക്കാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും. അതിൽ വരുന്നൊരു ചോദ്യമാണ്. നോക്കാം, ലാഭവും നഷ്ടവും ഒരുപാട് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. By selling a CPU for rupees 6,785, 6,785 രൂപയ്ക്ക് ഒരു CPU നമ്മൾ വിൽക്കുകയാണ്. എ മാൻ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 15%. അയാൾക്ക് 15% ലാഭം ഉണ്ടായി. ഈ ലാഭം ഉണ്ടാകുന്ന എവിടുന്ന? 100%ത്തിൽ നിന്ന്. 100%ത്തിൽ 15% ലാഭമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 115% എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന 6,785 രൂപ എന്ന് പറയുന്നത്. അറ്റ് വാട്ട് പ്രൈസ് ഹി ഷുഡ് സെൽ ഇറ്റ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 25%? 25% ലാഭം ഉണ്ടാക്കണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? ഓക്കെ, ഇത് ആദ്യമേ തന്നെ ഒരു ലാഭമാണ് തന്നിട്ടുള്ളത്. ആദ്യമേ വേണമെങ്കിൽ നഷ്ടവും തരാം കേട്ടോ. അതായത് 10% നഷ്ടത്തിന് വിറ്റപ്പോൾ അപ്പോൾ അത് 90%. ഇപ്പൊ ഇവൻ ഈ 15% ലാഭത്തിന് പകരം 10% നഷ്ടത്തിന് വിറ്റതാണ് ഈ ഒരു എമൗണ്ട് എങ്കിൽ 90%ആണിത്, അല്ലെങ്കിൽ 90 ഇത് വരണ്ടേ. ആ ഒരു ഐഡിയ പിടികിട്ടുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 25% ലാഭം കിട്ടണമെങ്കിൽ 125 എത്ര ആണെന്നാണ് ചോദ്യം. ഇനി ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു എക്സ് ആയിട്ട് എടുക്കാം നമുക്ക്. ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥാന്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, അതായത് ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുന്നതും ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുന്നതും ഈക്വൽ ആയിരിക്കും. ക്രോസ് ആയിട്ട് ഗുണിക്കുന്നത് എക്സ് ഇൻറ്റു 115 എന്ന് പറയുന്നത് തന്നെയായിരിക്കും 125 ഇൻറ്റു 6,785. ഓക്കെ ആണേ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ് എന്ത് കിട്ടും? 6,785 ഇൻറ്റു 125. ഇത് അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഡിവൈഡഡ് ബൈ 115. ഓക്കെ ആണേ, സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ 5 ഉപയോഗിച്ച് കട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ ആൻസർ ഇതായിരിക്കും 7,375. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ഒരു സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുവാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഐഡിയ ഞാൻ നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സമാനമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മാത്രമല്ല, ഇവൻ ഈ പെർസെൻറ്റേജ് പിന്തുടരുന്ന ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. പെർസെൻറ്റേജ് പിന്തുടരുന്ന വളരെ പ്രാധാന്യർഹിതമായ മറ്റൊരു ടോപ്പിക്കാണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്ക്. അവിടെ നിങ്ങൾക്ക് സമാനമായ ഐഡിയോളജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, യെസ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി നമുക്ക് നിർത്താം. നോക്കിയോ, എ ട്രെയിൻ പാസസ് എ സ്റ്റേഷൻ ഇൻ 54 സെക്കൻഡ്സ്. ഒരു ട്രെയിൻ സ്റ്റേഷൻ പാസ് ചെയ്യുന്ന 54 സെക്കൻഡ് കൊണ്ടാണ്. ആൻഡ് എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ പ്ലാറ്റ്ഫോം ഇൻ 38 സെക്കൻഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ എന്താണ് സ്പീഡെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അത് ആദ്യം എല്ലാവരും ഒന്ന് പഠിച്ചേ. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ശ്രദ്ധിച്ചിരിക്കണേ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോമീറ്ററിലാവാം,
ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആവാം, അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് അവറിലാവും. അങ്ങനെയാണെങ്കിൽ സ്പീഡിന്റെ ഒരു യൂണിറ്റ് നമുക്ക് കിട്ടും. ഒരു യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ പെർ അവർ ഒരു യൂണിറ്റ് ആണ്. ഓർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററിലും ടൈം സെക്കൻഡിലും ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡും സ്പീഡിന്റെ യൂണിറ്റ് ആണ്. ഈ മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഒക്കെ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട റിലേഷനാണ്. അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണേ. അപ്പൊ തിരിച്ച് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ആവശ്യമില്ല, കാരണം എല്ലാം സെക്കൻഡിലും മീറ്ററിലും തന്നെയാണ്. മീറ്റർ പെർ സെക്കൻഡിലാണ് ത്രൂ ഔട്ട് ദ ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് പ്രശ്നമില്ല. ഇനി ഒരു ട്രെയിൻ ഒരു വ്യക്തിയെ കടന്നു പോകുന്നതും ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ആണ് നമ്മളിവിടെ പ്രസക്തമായിട്ട് പഠിക്കേണ്ടത്. കാരണം ഒരു ട്രെയിൻ ഒരു വ്യക്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ വ്യക്തി നെഗ്ലിജിബിൾ ആണ്. നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ ആളുടെ നീളവും അല്ലെങ്കിൽ ആളുടെ ഒരു ലെങ്ത്തും ട്രെയിനിൻ്റെ ലെങ്ത്തും ഇൻകമ്പയറബിൾ ആണ്. കമ്പയർ ചെയ്യാനുള്ളത് പോലും ഇല്ല. നെഗ്ലിജിബിൾ ആണ് ആളെ സംബന്ധിച്ചിടത്തോളം ആളുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രെയിൻ വ്യക്തിയെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഡയറക്ട്ലി വി ക്യാൻ യൂസ് ദ ഫോർമുല സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഒരു ഇക്വേഷൻ തന്നെ മതി. അതായത് ട്രെയിൻ കടന്നു പോകുന്ന സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 29. ഒരു വ്യക്തിയെയാണ് കടന്നു പോകുന്നത്. വ്യക്തിയെ കടന്നു പോകുമ്പോൾ ആ നീളം ട്രെയിനിന്റെ ലെങ്ത് തന്നെയാണ്. ആ ലെങ്ത് ഞാൻ എല്ലായിട്ട് എടുക്കുന്നു. ഓക്കെ, എൽ ട്രെയിൻ, അതായത് ട്രെയിനിന്റെ ലെങ്ത് ഞാൻ എല്ലായിട്ട് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ വ്യക്തിയെ കടന്നു പോകുന്നത് എത്ര സെക്കൻഡ് കൊണ്ടാണ്? ആൻഡ് എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ പ്ലാറ്റ്ഫോം ഇൻ 38 സെക്കൻഡ്. അപ്പം നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് കിട്ടും. ഇതിങ്ങോട്ട് ഗുണിച്ചാൽ മതി. 29 × 38 ശരിയാണല്ലോ. 29 × 38 ആണ് ട്രെയിനിന്റെ ലെങ്ത്. ഇനി ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് കടന്നു പോകുന്നതെങ്കിൽ, പ്ലാറ്റ്ഫോം ചില്ലറക്കാരനെ അല്ല, പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്തും ട്രെയിനിന്റെ ലെങ്ത്തും കൂട്ടുന്നതാണ് മുഴുവൻ ലെങ്ത്. ട്രെയിൻ ഒരു പാലത്തിനെയാണ് കടന്നു പോകുന്നതെങ്കിൽ, പാലം, ബ്രിഡ്ജിനെയാണ് കടന്നു പോകുന്നതെങ്കിൽ ബ്രിഡ്ജിന്റെ ലെങ്ത്തും ട്രെയിനിന്റെ ലെങ്ത്തും കൂട്ടുന്നതാണ് ടോട്ടൽ ലെങ്ത്. അത് മറന്നു പോരുത് കേട്ടോ. അപ്പൊ വ്യക്തിയെ കടന്നു പോകുന്നത് നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ ഒരു കുറ്റി നാട്ടിയിരിക്കുന്ന കുറ്റിയെ കടന്നു പോകുന്നത് നെഗ്ലിജിബിൾ ആണ്, ഒരു പോസ്റ്റിനെ കടന്നു പോകുന്നത് നെഗ്ലിജിബിൾ ആണ്. അവിടെ എല്ലാം ട്രെയിനിന്റെ ലെങ്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ ഒരു ബ്രിഡ്ജ് കടന്നു പോകുമ്പോഴും ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുമ്പോഴും ആ പ്ലാറ്റ്ഫോമിന്റെയോ ബ്രിഡ്ജിന്റെയോ ലെങ്ത് ട്രെയിനിന്റെ ലെങ്ത്തിന്റെ കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ്. ആ ഒരു ഐഡിയ മറന്നുപോയി ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ കടന്നു പോകുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി പ്ലാറ്റ്ഫോം കടന്നു പോകുന്ന നോക്കിക്കേ, ട്രെയിനിന്റെ സ്പീഡ് മാറ്റമില്ല, 29 തന്നെ. പ്ലാറ്റ്ഫോം കടന്നു പോകുന്ന എത്ര സെക്കൻഡ് കൊണ്ടാണ്? പ്ലാറ്റ്ഫോം കടന്നു പോകുന്ന 54 സെക്കൻഡ് കൊണ്ടാണ്. പ്ലാറ്റ്ഫോം ആകുമ്പം നേരത്തെ പറഞ്ഞ ഒരു എക്സ് ഉണ്ടാവും, ശരിയല്ലേ? പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഇനി അതിന്റെ ട്രെയിനിന്റെ ലെങ്ത് അതിന്റെ കൂടെ കൂട്ടണം. അത് എത്രയാണ്? 29 × 38 ആണ് ട്രെയിനിന്റെ ലെങ്ത്, ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ടാണ് ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നത്? 54 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 29 × 54 = എക്സ് പ്ലസ് 29 × 38. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് കിട്ടും. എന്താണ്? 29 × 54 മൈനസ് 29 × 38. ഓക്കെ, യെസ്. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിന്റെ അവസാനത്തെ ഡിജിറ്റ് ഒന്ന് നമുക്ക് നോക്കാം. അവസാനത്തെ ഡിജിറ്റ് വെച്ച് പറയാൻ പറ്റുമോ നോക്കാം. സോ അപ്പോൾ നമുക്ക് ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം എളുപ്പമായി. അപ്പോൾ പൂർണ്ണമായും ഗുണിച്ചിട്ട് കുറയ്ക്കാൻ നിൽക്കാതെ ഞാൻ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. ലാസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 94 36, അപ്പോൾ 6 അവസാനത്തെ ഡിജിറ്റ്. ഇവിടുത്തെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ 9 8 72, 2 അവസാനത്തെ ഡിജിറ്റ്. അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 4 ഉത്തരം അവസാനിക്കേണ്ടത്. 4 അവസാനിക്കുന്ന ഒറ്റ ഉത്തരവേ ഉള്ളൂ നമുക്ക്. ഓപ്ഷൻ എ
464. അപ്പോൾ നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് മൈനസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ത് തന്നെയായിരിക്കും? 464 തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും ഐഡിയ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കി കാൽക്കുലേഷൻസ് ഒക്കെ സ്പീഡപ്പ് ചെയ്ത് കൊണ്ടുവരണം എല്ലാവരും നിരന്തരമായ പ്രാക്ടീസിലൂടെ. അപ്പം കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ അതിന് മുൻപേ നമ്മുടെ തല കുറച്ച് പ്രവർത്തിക്കണമല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തിയറി, കാര്യങ്ങൾ, ഐഡിയ എല്ലാം മസ്റ്റായിട്ട് പഠിക്കണം, നല്ലപോലെ മനസ്സിലാക്കി. സോ എത്രത്തോളം ആഴത്തിൽ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യുന്നു എന്നത് തന്നെയാണ്, എത്രത്തോളം സമയബന്ധിതമായി ചോദ്യങ്ങൾ ചെയ്യുന്നു എന്നതൊക്കെയുള്ളതാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ നിങ്ങളുടെ വിജയ പരാജയങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് നിരന്തരമായ പരിശ്രമത്തിലൂടെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ.